സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് കാരണം. രണ്ടാമത് GST വന്നതിന് ശേഷം 14% GST ആദ്യത്തെ റേറ്റ് അനുസരിച്ച് നമ്മുടെ ടാക്സ്. അത് കുറഞ്ഞ് ഇപ്പോൾ 8-9% കുറഞ്ഞ് 2-3 പ്രാവശ്യം. അപ്പോൾ അങ്ങനെ വരുമാനം കുറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടേ ഇല്ല. ശരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ടാക്സിനകത്ത് വലിയ മാറ്റം വരുത്തിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, പറയേണ്ടതാണ്. കാരണം അതിനെപ്പറ്റി ജോയിൻ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുമുണ്ട് ഭരണപക്ഷത്തിൻ്റെ കൂടെ. ഞങ്ങൾ അവരുടെ കൂട്ട് സഹകരിക്കാതിരിക്കുന്നവരല്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് ഞങ്ങളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് അവരുടെ ഫിസ്ക്കൽ രംഗത്ത് വന്നേക്കുന്ന മാറ്റങ്ങളെപ്പറ്റി വളരെ കൃത്യമായി പറയേണ്ടതാണ്. പിന്നെ അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ സമയമെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് വളരെ വലിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട്, ഇല്ലേ, 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,400 കോടി രൂപ അതിൽ കുറവുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താ? ഒരു അസംഷനിൽ ത്രൂ എ വൈൽഡ് ഗസ് the then finance minister presented a budget by ballooning the income എന്നാണ്. എന്താണ് അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളത്? ഫൈനാൻസ് കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുന്നിൽ കേരളത്തിന് കിട്ടേണ്ട തുകയെ സംബന്ധിച്ച് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും എല്ലാ പാർട്ടികളെയും ഉൾപ്പെടെ ഞങ്ങൾ സഹകരിപ്പിച്ച് മെമ്മോറാണ്ടം കൊടുത്തു. കേരളത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 3.82% ആണ്. അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷന് മുമ്പ് അത് 2.5 ആയി. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ അത് 1.92 ആയി. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ധനകാര്യ പണ്ഡിതന്മാർ, ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ ബഹുമാന്യ അംഗമായിട്ടുള്ള ശ്രീ KM ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെല്ലാം ഞങ്ങളെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രപ്പോസൽ 3% കിട്ടേണ്ട തരത്തിലേക്ക് ഒരു പ്രപ്പോസലാണ് കൊടുത്തത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും തരണം എന്ന് പറഞ്ഞിരുന്നു. അവസാനം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചധികം കിട്ടി. 1.92 എന്നുള്ളത് 2.38 ആയി. ഫലത്തിൽ ഒരു വർഷം 10,000 കോടി രൂപ അധികം കിട്ടും. അതാണ് ഈ ഗവൺമെൻറ് വന്ന ഏറ്റവും വലിയ ആശ്വാസം. 10,000 കോടി അധികം കിട്ടും. 5 വർഷമാകുമ്പോൾ 50,000 കോടിയല്ല അധികം ആവുന്നത്. കാരണം ഓരോ വർഷത്തെ ഇൻഫ്ലേഷനും അല്ലെങ്കിൽ വരുമാന വർഷനോട് വരുമ്പോൾ 70,000 കോടി രൂപ 5 വർഷം കൊണ്ട് അധികം കിട്ടും. നല്ല കാര്യം. ഏത് ഗവൺമെൻറ് ആയാലും അത് വേണ്ടതാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. മൊത്തം ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ പണം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് വെച്ചപ്പോൾ 2.8 വരുമെന്നുള്ള കണക്ക് കൂട്ടി അത് അധികമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ 20,000 കോടി അത് കിട്ടിയില്ല. നമ്മൾ ബഡ്ജറ്റ് സാധാരണ തയ്യാറാക്കുമ്പോൾ ടാക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സാധാരണ കാണിക്കുന്നതിന് ചിലപ്പോൾ അത്ര അറ്റൻഡ് ചെയ്യില്ല. ഞാൻ പറയട്ടെ, ജനുവരി മാസം 29-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഫെബ്രുവരി ആദ്യമാണ് വരുന്നത്. ഫെബ്രുവരി ആദ്യം വരുന്ന ആ കേന്ദ്ര ബഡ്ജറ്റിനൊപ്പമാണ് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഞങ്ങൾ 2.4 കിട്ടും, അല്ലെങ്കിൽ 2.2 കിട്ടും എന്ന് എഴുതി വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ന്യായമല്ലേ? ഇതാ കേരളം തന്നെ പ്രതീക്ഷിച്ചത് ഇത്രയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട അർഹതയുണ്ടെന്നുള്ളത് അതിൽ കാണിക്കണം. അതൊരു ഫിസിക്കൽ ഡിസിഷനാണ്, പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പണം കേരളത്തിന് കിട്ടേണ്ടതാണ്. കാരണം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നടത്തി നമ്മുടെ കാര്യത്തിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളായിരുന്നു കേസ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ശ്രീ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF ഗവൺമെൻറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് മുമ്പിൽ ആ കേസ് വരുമ്പോൾ അവർ കേസ് നടത്തുന്നോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സ്വഭാവം. കേസ് നടത്തേണ്ടതാണ്. ചിലപ്പോൾ BJP ഗവൺമെൻറ് ആയതുകൊണ്ട് ഇനി അവർ നടത്തത്തില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ആ ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റ് അതിനകത്ത് കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ 2.8% വെച്ചത്. അപ്പോൾ 4,000 കോടി അതിൽ കുറവുണ്ടെന്നാണ്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി കുറഞ്ഞു. എന്തോ വലിയൊരു വഞ്ചന നടത്തി പറ്റിച്ചു എന്നുള്ള കാര്യത്തില്ല. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയല്ലേ? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ വെച്ചിരുന്ന കാലം മുതൽ ഈ 16ാം ധനകാര്യ കമ്മീഷൻ വരെ എല്ലാ ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ടായിരുന്നു. ഇതാദ്യമായിട്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തുന്നത്. ഞങ്ങളെന്താ എവിടെയെങ്കിലും പോയിട്ട് മുൻകൂട്ടി വല്ല ജോത്സ്യം നോക്കിയിട്ട് ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കേരളത്തിന് വേണ്ടാന്ന് പറയണോ? കേരളത്തിലെ ഗവൺമെൻറ്റുകളുടെ കണ്ടിന്യൂഷനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുമെന്നാണ്. അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ ബഡ്ജറ്റിലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കും. അത് തന്നില്ല. ഇപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ റെക്കമെൻഡേഷൻ്റെ ആ ഭാഗം ബ്ലാങ്കായിട്ട് ഇട്ടേക്കുന്ന ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരാം.
അഥവാ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് തരുന്നില്ലെങ്കിൽ 4-5 ലക്ഷം കോടി രൂപ ഓരോ വർഷവും അല്ലെങ്കിൽ ആകെ ഒരു പീരീഡിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റേറ്റിന് കിട്ടുകയും ചെയ്യും. ആ പണം ഉണ്ടോ അവിടെ? പക്ഷെ പ്രശ്നം ഇവിടെ എന്താ? രാഷ്ട്രീയം പറയുമ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി മാത്രം പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും കണ്ടിട്ട് വലിയ പരാതി പറഞ്ഞത്?